ദില്ലി ജന്തർ മന്ദറിലെ CJP സമരത്തിൽ പോലീസിന്റെ അസാധാരണ ഇടപെടൽ. നിരാഹാരമിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. സമരവേദിയിലേക്ക് ഇരച്ചെത്തിയാണ് പോലീസിന്റെ നടപടി. ദൃശ്യങ്ങൾ പകർത്താതിരിക്കാൻ വെളുത്ത തുണി ഉപയോഗിച്ച് വേദി മറച്ചു. പിന്നാലെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നിരാഹാര സമരം ഏറ്റെടുത്തു. പോലീസ് നടപടിയെ അപലപിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ദില്ലി പോലീസിന്റെ നടപടി. രാവിലെ 7:15 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഡോക്ടർ സംഘം സമരവേദിയിലെത്തി. പിന്നാലെ മഫ്തിയിലുണ്ടായിരുന്ന 15-ലധികം ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ വേദിയിലേക്ക് ഇരച്ചുകയറി. ദൃശ്യം പകർത്താതിരിക്കാൻ കയ്യിൽ കരുതിയ വെളുത്ത തുണി ഉപയോഗിച്ച് വേദി മറച്ചു. സോനം വാങ്ചുക്കിനെ ബലമായി ആംബുലൻസിൽ കയറ്റി പോലീസ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. വേദിയിലേക്ക് കടക്കാൻ ശ്രമിച്ച സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ സമയം അഭിജിത് ദീപ്കയെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ആരോഗ്യനില മോശമായ സോനത്തിനെ ദില്ലി സഫ്ദർജംഗ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ആശുപത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. പോലീസ് നടപടിക്ക് പിന്നാലെ അഭിജിത് ദീപ്കെ അടക്കം കൂടുതൽ പേർ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിവേഗം ജന്തർ മന്ദറിലേക്ക് എത്താനാണ് അനുയായികൾക്കുള്ള ആഹ്വാനം. തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് വമ്പൻ പ്രതിഷേധ മാർച്ചും CJP സംഘടിപ്പിക്കും. സമരവേദിയിൽ നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.